ആണവോർജ രംഗത്ത് നിർണായക ചുവടുവയ്പ്പിനൊരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യ. കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന് ആണവ ഇന്ധനം നിറയ്ക്കാൻ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു. ഇതിന് പിന്നാലെ നിയന്ത്രിത ചെയിൻ റിയാക്ഷനും ആരംഭിക്കും. ഇന്ത്യയുടെ സ്വാശ്രയ ആണവോർജ പദ്ധതിക്ക് ഇതൊരു നാഴികക്കല്ലായിരിക്കും. പ്ലൂട്ടോണിയമാണ് ഇവിടെ ആണവ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. തോറിയം ആദ്യമായി ആണവോർജ സ്രോതസ്സായി ഉപയോഗിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ യുറേനിയത്തിന് പരിമിതമായ ശേഖരം മാത്രമാണുള്ളത്. പ്രകൃതിദത്ത പ്ലൂട്ടോണിയം ഇല്ലാത്തതിനാൽ അറ്റോമിക് പ്ലാന്റുകളിലാണ് അവ നിർമ്മിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ തോറിയത്തിന് വലിയ ശേഖരവുമുണ്ട്. അതിനാൽ തോറിയം ഇന്ധനമായി ഉപയോഗിക്കുന്നതിനുള്ള സങ്കീർണമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. അതായത് തോറിയം ഇന്ധനമായി ഉപയോഗിക്കാനായാൽ രാജ്യത്തിന് ഊർജ്ജ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനാവും എന്നും ഊർജത്തിന്റെ അക്ഷയപാത്രമായിരിക്കും എന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കൂടുതൽ ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനാവുന്ന റിയാക്ടറുകളാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇക്കാരണത്താലാണ് അളവറ്റ ഊർജ്ജ സ്രോതസ്സായി ഇത്തരം റിയാക്ടറുകളെ കണക്കാക്കുന്നത് തന്നെ. കഴിഞ്ഞ 39 വർഷങ്ങളായി ഒരു ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ കൽപ്പാക്കത്ത് പ്രവർത്തിക്കുന്നുമുണ്ട്. 2003 ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ന്യൂക്ലിയർ റിയാക്ടറായ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ നിർമ്മിക്കുന്നതിന് ഭാരതീയ നാഭികീയ വിദ്യുത് നിഗം ലിമിറ്റഡിന് രൂപം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. കഴിഞ്ഞ 20 വർഷക്കാലമായി PFBRന്റെ അതായത് ഈ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇത്രയും സങ്കീർണമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റിയാക്ടർ മറ്റൊരു രാജ്യത്തിനുമില്ല. ആത്മനിർഭർ ഭാരത് എന്ന ആശയം മുൻനിർത്തി തദ്ദേശീയമായാണ് PFBR വികസിപ്പിച്ചെടുത്തത്. 5677 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കിയിരുന്നത് എങ്കിലും അത് മറികടന്ന് 6740 കോടി രൂപയോളം പദ്ധതിക്ക് ചെലവാക്കിയിട്ടുമുണ്ട്. ഇത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ റഷ്യക്ക് ശേഷം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വാണിജ്യപരമായി പ്രവർത്തിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.